ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറിക്കിട്ടാനും നമ്മുടെ സൺ ടാൻ മാറിക്കിട്ടാനും ഈവൻ സ്കിൻ ടോൺ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അരിപ്പൊടിയുടെ കൂടെ വേറെ 2 ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ് പാക്ക് തയ്യാറാക്കാൻ ആദ്യം തന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. അപ്പോൾ വീട്ടിൽ റോസ് ഉണ്ടായപ്പോൾ ഞാൻ അതിൽ നിന്ന് റോസ് വാട്ടർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള റോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോസാപ്പൂ കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ ഇതളുകൾ മാത്രമായിട്ട് എടുത്തിട്ട് കുറച്ച് ചൂടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അങ്ങനെ ഒരു അരമണിക്കൂർ വെച്ചാൽ തന്നെ നമ്മുടെ റോസ് വാട്ടർ റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു അരിപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് പൗഡറാണ്, അതായത് ബദാമിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 സ്പൂൺ അളവിൽ ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചന്ദനമാണ്. ഇത് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ആൽമണ്ട് പൗഡർ എടുത്ത അത്ര തന്നെ ചേർത്തിട്ടില്ല. അതിൻ്റെ പകുതി അളവിലാണ് ചന്ദനം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 3ഉം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു റോസ് വാട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസ് വാട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഒന്നും ഇല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ട് റെഡിയാക്കി എടുത്താലും മതി. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തപ്പം വെള്ളം കുറഞ്ഞ സമയത്ത് പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ അതൊന്ന് കൂടുതലായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബാലൻസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്കൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഫേസ് പാക്ക് ഉണ്ടാക്കിയ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാതെ ഒരു 10 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറേശ്ശെയായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്തും കഴുത്തിലും കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കരുവാളിപ്പൊക്കെ കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിൽ കുറച്ച് കൂടുതൽ നേരം മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ഒരു കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ കൈ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് കിട്ടിയിട്ടുള്ള റിസൾട്ട്. പിന്നെ എപ്പോഴും ഏതൊരു ഫേസ് പാക്കും ഫേസ് മാസ്കും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അല്ലാതെയും ഒരു മോയ്സ്ചറൈസർ ദിവസം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീം നമ്മുടേത് തന്നെയാണ്. സ്കിൻ ബ്രൈറ്റനിങ് ആൻഡ് മോയ്സ്ചറൈസിങ് ക്രീമാണിത്. നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. നല്ല സൂപ്പർ റിസൾട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്താക്കിയിട്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്രീം കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ക്രീമിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ്. അപ്പോൾ വളരെ കുറച്ചെടുത്ത് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രം എടുത്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് കളർ കാണുന്ന സമയത്തെ നിങ്ങൾ മസാജ് ചെയ്യുന്നത് നിർത്തരുത്. അത് ഫുള്ളായിട്ട് അബ്സോർബായി നമ്മൾ സ്കിന്നിൽ ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ അറിയാൻ പറ്റില്ല. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് സ്കിന്നിലേക്ക് നന്നായിട്ട് തന്നെ അബ്സോർബ് ആവും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫേസ് പാക്ക് ആണെങ്കിലും ഫേസ് മാസ്ക് ആണെങ്കിലും ക്രീം ആണെങ്കിലും ഒക്കെ നമ്മൾ മസാജ് ചെയ്യുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനും അനുസരിച്ച് മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യാൻ നോക്കണം.
അപ്പോൾ ഈ ഒരു ക്രീം നന്നായിട്ട് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വയ്ക്കാം, പെട്ടെന്നൊന്നും കഴുകി കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും നല്ലത് ഈ ഒരു ക്രീം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്